ആയിട്ടുള്ളൂ കംപ്ലൈന്റ് കൊടുത്തിട്ട്. സംഭവം നടന്നിട്ട് കുറച്ച് ആഴ്ചകളായിട്ടുണ്ട്. പക്ഷെ ഞാൻ കംപ്ലൈന്റ് കൊടുത്തിട്ട് കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ. സത്യത്തിൽ നല്ല ഉദ്ദേശത്തിലായിരുന്നു, ഒരുപാട് നല്ല കാര്യം നടക്കും എന്ന് വിചാരിച്ചിട്ട് ആൾക്കാർ ചിലപ്പോൾ കളിയാക്കുമായിരിക്കും. പക്ഷെ എനിക്ക് പറയാനുള്ളത് സമസ്താപരാധം പൊറുക്കണം എന്നാണ് നാട്ടുകാർ. ടിനി ടോമിനെതിരെ പരാതിയുമായി അമ്മയിലെ കൂടുതൽ സ്ത്രീകൾ രംഗത്ത്. എന്തു പറ്റി മോനെ? എന്തോ കാര്യം എന്തുവാ? ഹൻസിബ അച്ഛനെതിരെ പരാതി കൊടുത്തപ്പോഴത്തേന് മോനെ ഫ്രസ്ട്രേറ്റഡ് ആയി. എന്തു പറ്റി? അടി എവിടെ? ചീത്ത എവിടെ? ആരുടെ വീട്ടിൽ പോയി നിന്നിട്ടാണോ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നത്? എന്നാലും സോഷ്യൽ മീഡിയയിൽ ടിനി ടോമിന്റെ മകന്റെ ചീത്തവിളി നല്ല രീതിയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു വീഡിയോ ഞാൻ ഇതിനകത്ത് വെക്കാം. കാര്യം അറിയാത്തവർക്ക് ഞാനൊന്ന് പറഞ്ഞുതരാം. അമ്മ അസോസിയേഷനകത്ത് പൊരിഞ്ഞ അടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ് ഇതുപോലൊരു സംഘടന എന്ന് ഇപ്പോഴും എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ സംഘടനയ്ക്കുള്ളിൽ തന്നെ ഒരു പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന എല്ലാ തരത്തിലുള്ള കേസുകളുമുണ്ട്. അതെല്ലാം അവിടെ അതുപോലെ നടക്കുന്നുണ്ട്. ഇന്നലത്തെ ദിവസം ഹൻസിബ ഈ വ്യക്തിക്കെതിരെ, അതായത് ടിനി ടോം ആരാന്ന് അറിയാമായിരിക്കുമല്ലോ. സ്റ്റേജ് ഷോകളിലൂടെ മോഹൻലാൽ, മമ്മൂട്ടി, സുരേഷ് ഗോപി, ദിലീപ്, ഹരിശ്രീ അശോകൻ തുടങ്ങിയ എല്ലാ നായകന്മാരുടെ ഫിഗറും ഒറ്റ സ്വരത്തോടും ഒറ്റ ആക്ഷനോടും കാണിക്കുന്ന ഏക വ്യക്തി. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ടിനി ടോം ക്ലിയർ ആയിട്ട് കാണിക്കുന്ന ക്യാരക്ടർ ആരാന്ന് ചോദിച്ചാൽ അത് ടിനി ടോമിന്റെ മാത്രമായിരിക്കും. പുറത്തുള്ള ഒരുപാട് ഇഷ്യൂസിലൊക്കെ ഇടപെടുന്ന ഒരു വ്യക്തിയാണ്. സിനിമ ഫീൽഡിനുള്ളിൽ ഡ്രഗ്സിന്റെ ഉപയോഗം കൂടുന്നു, പല്ല് ദ്രവിച്ചു പോകുന്നു എന്നൊക്കെ പറഞ്ഞ വ്യക്തിയാണ്. 2 മാസം 3 മാസം മുമ്പാണ് ഈ പച്ച തെറി വിളിക്കുന്ന മോനെ പൊക്കിയത്. പൊക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛനുണ്ടറാ കൂടാ മോന്റെ കൂടെ, അച്ഛനുണ്ടറാ മോന്റെ കൂടെ. അതായത് സ്പടിക സിനിമയിലെ ക്ലൈമാക്സോട് കൂടി അച്ഛൻ സപ്പോർട്ടായിട്ട് ലാലേട്ടന്റെ കൂടെ വരുമല്ലോ, അതേപോലെ തന്നെ കൈവെട്ടി കളയുന്നതിന് മുമ്പേ തന്നെ മോന്റെ കൂടെ എത്തിയിട്ടുള്ള അച്ഛൻ. ആ അച്ഛനെതിരെ വീണ്ടും അമ്മയ്ക്കുള്ളിൽ പരാതികളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ, ചെറിയ പരാതികളൊന്നുമല്ല. എന്തൊക്കെയാണോ ഇതിനകത്ത് നടക്കുന്നത് അതാണ് പറയുന്നത്. ഈ ഒരു ഗ്യാങ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഇന്റേണൽ പൊളിറ്റിക്സ് ഈ അസോസിയേഷന് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സാധനത്തിന് അതൊക്കെ ഇമാതിരി പരിപാടികളുണ്ട്. ഈ ഇന്റേണൽ പൊളിറ്റിക്സ് ഒക്കെയാണ് ഇതുപോലുള്ള ആൾക്കാരെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് പലരും പറയാനായിട്ട് മടിക്കുന്നത്. അവരുടെ അവസരം പോവും, അവരൊറ്റപ്പെടും, അവരതിൽ നിന്ന് പുറത്താകും, അവർക്ക് കിട്ടാനുള്ള ആനുകൂല്യങ്ങൾ കുറയും. അപ്പോൾ പിന്നെ പല ആൾക്കാരും ഇതിനെപ്പറ്റി മിണ്ടാതിരിക്കും. പക്ഷെ ഏതെങ്കിലും ഒരുത്തനോ ഇതിന് വേണ്ടിയിട്ടൊന്ന് തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ തീരാവുന്ന കാര്യമേ ഉള്ളൂ ചിലപ്പോൾ ഇവരുടെ ഈ ഒരു ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ആദ്യം ടിനിയുടെ മോന്റെ വൈറലായിക്കൊണ്ടിരുന്ന ഒരു പ്രഹസനമുണ്ട് കേട്ടോ. അയ്യോ പാവം, എന്തൊക്കെയാണോ കാണിച്ചു കൂട്ടുന്നത്. വെള്ളത്തിന്റെ പുറത്തോ എന്തോ അടിച്ചിട്ട് തന്നെ, അല്ലാതെ ചുമ്മാ ഒന്നും പോയി കാണിക്കുന്ന പരിപാടിയൊന്നുമല്ല. ടിനി ടോമിന്റെ മകനാണ്. വീടിന്റെ മുമ്പിൽ ഒന്ന് വെല്ലുവിളിക്കുകയാണ്. കണ്ടോ? വീടിന്റെ മുമ്പിൽ ഒന്ന് വെല്ലുവിളിക്കുകയാണ്. ഹായ്, ഐ ആം ബിച്ചു. ഞാൻ ഇവിടെ അല്ല താമസിക്കുന്നത്, ഞാൻ ദൂരെയാണ് താമസിക്കുന്നത്. നമ്മൾ നേരിട്ട് സംസാരിക്കേണ്ട ആവശ്യമുണ്ടോ? ബേസിക്കലി ഞാൻ ഒരു കാര്യം, ഈ നട്ടലുണ്ട് ആണുങ്ങളാണെങ്കിൽ ഇറങ്ങി ഒന്ന് സംസാരിക്കട, ഇടിച്ചു തീർക്കുക എന്നൊക്കെ പറയുന്ന ആൾക്കാർ സത്യം പറഞ്ഞാൽ അതൊരു പഴന്തുണികളായിട്ടേ ഞാൻ കണക്കാകത്തുള്ളൂ. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ കയ്യൂക്കിനെക്കാളും വലുതാണ് കാര്യ ഗൗരവത്തോടു കൂടി അത് എടുത്തിട്ട് കറക്റ്റായിട്ട് ഇരുന്ന് പണി കൊടുക്കുന്നത്. ആ ഒരു സെൻസ് ഇല്ലാത്തവരാണെങ്കിൽ ഒറ്റച്ചാട്ടത്തിന് എടുത്തു പിടിയെന്ന് പറഞ്ഞുള്ള ഈ കാര്യങ്ങൾ ഉണ്ടാക്കുന്നതും അതിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ ഇടി കിട്ടുകയും ചെയ്യും, ചിലപ്പോൾ കയ്യിൽ നിന്ന് ജീവിതം പോവുകയും ചെയ്യും. ഈ ഒരു അവസ്ഥയിലേക്ക് വരുന്നത് എന്തൊക്കെയാണോ ഈ ചെറുക്കൻ കാണിച്ചു കൂട്ടുന്നത്. അച്ഛനൊന്നുമില്ലല്ലോ, നല്ല രീതിയിൽ കോമഡി സ്റ്റേജ് ഒക്കെ ചെയ്യുന്ന ഒരാളല്ലേ, വീട്ടിൽ ഫോർഡ് മസ്റ്റങ് ഒക്കെ ഉള്ള ആളല്ലേ, ആള് കിടിലോ അല്ലേ. പോയി ഇങ്ങനെ തള്ളക്കും വിളിക്കുമ്പോഴത്തേക്കിന് കൂടെ നിൽക്കുന്ന അച്ഛന് തന്നെ നാണക്കേടല്ലേ. അച്ഛനാണെങ്കിൽ പോലെ എന്ത് തെമ്മാടിത്തരം കാണിച്ചാലും കൂടെ നിൽക്കാനായിട്ട് ഇങ്ങനെ തുനിഞ്ഞു നിൽക്കുന്ന ഒരാളും കൂടെ ആയിരുന്നു. അപ്പം അദ്ദേഹത്തിന്റെ അണ്ണാക്കി തന്നെ ഇട്ട് കൊടുക്കണമായിരുന്നു. വീണ് കിടക്കുന്ന അച്ഛനെ ചവിട്ടി താഴോക്ക് താക്കാനുള്ള ഒരു പരിപാടിയായിട്ട് വന്നേക്കുക. നിങ്ങളുടെ കുടുംബത്തിന്റെ സംസ്കാരം നല്ല അടിപൊളിയായിട്ട്. മകനെ അച്ഛനണക്കല്ല അഭിനയിക്കാനൊക്കെ അറിയാം. ടിനി ടോമിന്റെ സിനി ആർട്ടിസ്റ്റ് ടിനി ടോമിന്റെ മോനാണ് ഈ കാണിക്കുന്നത്. ബെസ്റ്റ് ഡയലോഗ് ഡെലിവറി, അതിനും കഴിവുണ്ട് ചെറുക്കന്. അച്ഛനണക്കല്ലാട്ടാ, അച്ഛൻ കാണിച്ച ഒറ്റ ഫിഗർ കൊണ്ട് 10,000 ആൾക്കാരെ കാണിക്കുന്നു പറയുന്നത്. അത് വിശ്വസിക്കുന്ന ആൾക്കാർ എങ്ങനെയോ കൈയടിക്കുന്നതാ. പണ്ട് ഞാൻ വീഡിയോയിൽ ഒരു കഥ പറഞ്ഞിട്ടുണ്ടല്ലോ, രാജാവ് നഗ്നനാനെ എന്ന് വിളിച്ചു പറയാൻ ആൾക്കാർക്ക് ഭയമായതുകൊണ്ട് രാജാവ് നഗ്നനായിട്ട് പോയപ്പോഴും അടിപൊളി ഡ്രസ്സ് എന്ന് പറയുന്നത് അതേ സംഭവമാണ് അച്ഛൻ്റെ പരിപാടിക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. മോനങ്ങനല്ല, നല്ല രീതിയിൽ അഭിനയിക്കാനുള്ള കഴിവുണ്ട്, ഡയലോഗ് ഡെലിവറി ഉണ്ട്, സെൻസ് ഓഫ് ഹ്യൂമർ ഉണ്ട്, അടിപൊളി ഐറ്റം. തന്നെ വെല്ലുവിളിക്കുകയാണ്. Oh, really?
ഇത്രയും ഡയലോഗ് അടിച്ചിട്ട് അവൻ പറഞ്ഞ കേട്ടോ, ഞാൻ പോകുന്നത് എനിക്കൊരു പ്രൊജക്ട് ഉണ്ടെന്ന്, ചെന്ന് ഹോംവർക്കൊക്കെ ചെയ്യും, ആവശ്യമില്ലാതെ അയൽക്കാരുമായിട്ട് പ്രശ്നം ഉണ്ടാക്കാനുണ്ട്, ഹോംവർക്കൊക്കെ ചെയ്തിട്ട് എല്ലാം നാളെ അവിടെ ചെന്ന് ഇങ്ങനെ ചൂരലിന് കൈ നീട്ടേണ്ട അവസ്ഥയായിരിക്കും വരുന്നത്. ഇത് പരിപാടിയാണ് കാണിക്കുന്നത്. പ്രൊജക്ട് ഉണ്ടെന്ന് ചെല്ല് പ്രൊജക്ട് ചെയ്യും. ഈ പ്രൊജക്ടിന്റെ ഇടയിൽ കൂടെ എന്തിനാണ് ഇതുപോലുള്ള ഈ പറയുന്ന ലാബിലെ പരിപാടികളൊക്കെ കാണിക്കാനായിട്ട് ഇറങ്ങിയേക്കുന്നത്? അതൊന്നും വേണ്ട, അതിന് ആവശ്യമൊന്നുമില്ല. പഠിക്കണം പഠിക്കണം, കൊച്ചുള്ളവർ ഇപ്പൊ പഠിച്ചേ. അവിടെ നിന്ന് ഒരാളെ പിടിച്ച് വണ്ടി മറന്നു നീ ഇങ്ങോട്ട് വാടാ, വേറെ കാര്യം പറയാലോ. വീട്ടിൽ നീ കേറിവാടാ. എനിക്ക് ഇച്ചിരി ബുദ്ധിയുണ്ട്, പ്രോട്ടീൻ പൗഡർ മാത്രമല്ല. വീട്ടിലോട്ട് കയറി വരാൻ പറഞ്ഞപ്പോ വരുന്നില്ല, എനിക്ക് ഇച്ചിരി ബുദ്ധിയുണ്ട്, ഞാൻ പ്രോട്ടീൻ പൗഡർ മാത്രമല്ല എന്നുള്ളത്. അതെന്തായാലും മനസ്സിലായി, പ്രോട്ടീൻ പൗഡർ മാത്രമല്ല എന്നുള്ളൊരു കാര്യം ബുദ്ധി ഉണ്ടെന്ന് മനസ്സിലായി ഈ ഒരു അവസരത്തോടു കൂടി. ഈ ആന കുത്താൻ വരുമ്പോൾ ഇങ്ങനെ നെഞ്ചും വിരിച്ച് നിൽക്കുന്നവരെ സത്യം പറഞ്ഞ മണ്ടന്മാരാ. ആന കുത്താൻ വരുമ്പോൾ ആനയുടെ കുത്തെങ്ങനെ കൊള്ളാതിരിക്കുക, ആനയെ പിടിച്ചു നിർത്താൻ എങ്ങനെ ശ്രമിക്കാമെന്ന് നോക്കുന്നവരാ ബുദ്ധിയുള്ളവര്. അതെന്തായാലും പ്രോട്ടീൻ പൗഡറിനകത്തുണ്ടെന്ന് മനസ്സിലായി. ടോമിന്റെ മോനാണ് കേട്ടോ ചേട്ടാ. വിജയമോഹനെ പൊളി ഈ ചെറുക്കന് സത്യം പറഞ്ഞാൽ ഈ ക്യാമറ എടുത്തുകൊണ്ടിരിക്കുന്ന ചേട്ടന്മാര് കാണിക്കുന്ന പരിപാടി മനസ്സിലാവുന്നില്ല. അതായത് അവര് പ്രോപ്പറായിട്ട് ഈ സാധനം എടുത്തു വെച്ചിട്ട് ഇവനെ ഫ്രണ്ടിൽ നിർത്തി കളിപ്പിക്കുക. അവര് പറയുന്ന കണക്ക് അവനെ പ്രൊവോക്ക് ചെയ്യാനായിട്ട് അവിടെ എവിടെ. അപ്പൊ ഇവനെന്തോ ചെയ്യുന്നത്? ഇവന്റെ വിചാരം ഇവൻ ആണത്തം കാണിച്ചോണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ നിന്നുകൊണ്ട് സത്യം പറഞ്ഞ ആ ക്യാമറ എടുക്കുന്നവർ ഇവനെ ഫ്രണ്ടിൽ നിർത്തി കളിച്ചോണ്ടിരിക്കുക. പണ്ട് എനിക്ക് ഓർമ്മയുണ്ട്, എന്റെ കുഞ്ഞിലേക്ക് അമ്മയുടെ വീടിന്റെ അടുത്തൊക്കെ മറ്റേ ഈ കുട്ടിക്കൊരങ്ങനെ കയറ് കെട്ടിക്കൊണ്ട് വന്നിട്ട് ഇങ്ങനെ ചാടാനൊക്കെ പറയുമല്ലോ. അങ്ങനെ ചെറിയ പൈസയൊക്കെ നാട്ടുകാരൊക്കെ ഇട്ടോടും വട്ടത്തിലൊക്കെ ആൾക്കൂടി ഞാൻ കണ്ടിട്ടുള്ള പരിപാടിയാ. അപ്പൊ ഈ പരിപാടിക്കൊക്കെ വരുമ്പോ കുട്ടിക്കൊരക്കനുണ്ടല്ലോ, അതേ പരിപാടിയാണ് ഇവിടെ നമ്മുടെ സുനിച്ചേട്ടൻ സോറി, അതിലെ വീഡിയോയ്ക്കകത്ത് ഞാൻ മാറിപ്പോയി, ഇപ്പോഴും എന്റെ വായിൽ അതാ വരുന്നത് കേട്ടോ. ടിനി ചേട്ടന്റെ അല്ലെ ടിങ് ടോം, കോളിംഗ് ബെല്ലിന്റെ സൗണ്ടോട് കൂടി പേരുള്ള കോമഡിയിലെ ഏക നടനും ഏക കലാകാരനും എന്ത് കാണിച്ചാലും ഏക വ്യക്തിയായിട്ട് ഫീൽ ചെയ്യുന്ന ടിനി ചേട്ടന്റെ മകൻ. ഇനി ടിനി ചേട്ടനെതിരെ പരാതി ആരൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന്, അയ്യോ, വിവാദങ്ങളിൽ നിന്ന് വിവാദങ്ങളിലേക്ക് അമ്മ അസോസിയേഷൻ ഉടനെ പിരിച്ചുവിടേണ്ടതാണ്. മോശമായി പെരുമാറി അങ്ങനെ ഒരു പ്രശ്നങ്ങൾ സ്റ്റേജിൽ നടക്കുന്നുണ്ട്. ഇപ്പൊ പ്രിയന്റെ സ്റ്റേജിൽ സ്റ്റേജിൽ നമ്മളെല്ലാരും അങ്ങോട്ട് പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ അംഗങ്ങൾക്കിടയിൽ ഇതെല്ലാം അങ്ങോട്ട് പറഞ്ഞ് കോംപ്രമൈസ് ചെയ്ത കാര്യങ്ങളാണ്. വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യം എന്റെ മനസ്സിലുണ്ടാവല്ലോ, ഒരു സ്റ്റേജ് ഇന്നത്തെ ദിവസം കഴിഞ്ഞാലും ഉണ്ടാവില്ല. ആ വിഷയം പറഞ്ഞ് ലീനാക്കുറുപ്പ് ശ്വേതാനന്ദന് പരാതി കൊടുത്തിട്ടുണ്ട് എന്ന് കൂടി അതുകൂടി നിങ്ങളൊന്ന് കാണിച്ചു, നിങ്ങൾക്ക് ചോദിച്ചത് നമ്മളെ സ്റ്റേഷൻ 15 കൊല്ലമല്ലേ ഞാൻ പഠിപ്പിച്ചു പോകും. നിങ്ങൾ ഇത്രയും പത്രക്കാരല്ലേ, നിങ്ങൾ ചോദിച്ചൊക്കെ മേടിച്ച് കാണിക്കും. നിങ്ങളാണ് ഇപ്പൊ എല്ലാം കാണിച്ചത്. നിങ്ങളുടെ അറിവാണ് ഞങ്ങൾക്കുള്ളത്. നമ്മളുടെ അറിവ്, നിങ്ങളുടെ അറിവ്. അപ്പൊ ഞങ്ങൾ അറിഞ്ഞതും ഈ ന്യൂസിലൊന്നും വന്നോ നിങ്ങൾ അറിയുന്നില്ലെന്നാണോ നിങ്ങൾ ഈ പറയുന്നത്? നിങ്ങൾ പിന്നെ എന്ത് സംഘടനയാണ് സുഹൃത്തുക്കളെ? അവർ പരാതി കൊടുത്തിട്ട് ഒരാഴ്ചയായെന്ന് അറിഞ്ഞു, ഇതുവരെ അതിനെപ്പറ്റി ഒരു ഇൻവെസ്റ്റിഗേഷൻ വന്നിട്ടില്ല, അതിനെപ്പറ്റി ഒരു ചോദ്യം വന്നിട്ടില്ലെന്ന്. പിന്നെ എന്തിനാണ് അങ്ങനെ ഒരു സംഘടനയ്ക്കകത്തുള്ളവർ പോലും മാധ്യമ പ്രവർത്തകർ മുന്നിലേക്ക് വന്നിട്ട് പറയണേ ഞങ്ങളിത് അറിഞ്ഞിട്ടില്ല, ഞങ്ങളിത് കണ്ടിട്ടില്ല എന്ന്. ഇടയ്ക്കൊക്കെ പ്രവർത്തനം നടത്തണ്ടേ കുഞ്ഞെ? സംഘടനയിൽ എന്തൊക്കെയാ നടക്കുന്നതെന്ന് അറിയണ്ടേ? അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് ഈ ഓരോ ക്യാമറക്കാരെ മുന്നിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് മാത്രമാണോ? പിന്നെ ഇതുപോലുള്ള പ്രതികരണങ്ങളൊക്കെ നടത്തുമ്പോഴത്തേക്കിന് അറ്റ്ലീസ്റ്റ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞിട്ട് പ്രതികരിക്കുന്നതല്ലേ ഏറ്റവും നല്ലൊരു കാര്യം. എനിക്കൊന്നും അറിയില്ല, രാമനാരായണ പരാതി കൊടുത്തിട്ട് ഒരാഴ്ചയായി ഞാനൊന്നും അറിഞ്ഞില്ല എന്നൊക്കെ പറയുന്നത് യുക്തിബോധമാണോ? നിങ്ങളുടെ സംഘടനയുടെ നിലനിൽപ്പിന്റെ കാര്യമല്ലേ ഇത്? നിങ്ങളുടെ സംഘടനയുടെ വില പോകുന്ന പരിപാടിയല്ലേ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? എന്താണോ എന്തോ. ആ ഇന്ദ്രൻ സേട്ടനൊക്കെ അതിൽ നിന്നൊന്ന് മാറിയായിരുന്നേ കൊള്ളായിരുന്നു കേട്ടോ. വേറെ ഏതെങ്കിലും സ്വന്തമായിട്ട് ഒരെണ്ണം തുടങ്ങി കഴിഞ്ഞാൽ, പക്ഷെ സ്വന്തമായിട്ട് പുള്ളി തുടങ്ങി കഴിഞ്ഞാൽ പുള്ളി മാത്രമേ അതിനകത്ത് കാണത്തുള്ളൂ, വേറെ ആരും അതിനകത്ത് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ ഒരു കാര്യം കൊണ്ട്. ഇനി അടുത്തത് പരാതി കൊടുത്ത ഒരു കാര്യം, അതിന്റെ ഒരു ന്യൂസ് നമുക്ക് ആദ്യം കേൾക്കാം. ന്യൂസ് കണ്ടതിന് ശേഷം ബാക്കി കാര്യത്തിലേക്ക് വരാം. അൻസിബ ഹസന് പിന്നാലെ നടൻ ടിനി ടോമിനെതിരെ നീന കുറുപ്പും അമ്മ സംഘടനയ്ക്ക് പരാതി നൽകിയിട്ടുണ്ട്. ടിനി ടോം പരസ്യമായി അസഭ്യം വിളിച്ചു, അശ്ലീലവും പറഞ്ഞുവെന്നാണ് പരാതി. അമ്മയുടെ കുടുംബ സംഗമ സമയത്തായിരുന്നു ഈ സംഭവം ഉണ്ടായത്. അനൂപ് ദാസ് ആണ് ഈ വാർത്തയുടെ വിവരങ്ങളും നൽകുന്നത്. അനൂപ്, മറ്റൊരു പരാതി കൂടി വരികയാണല്ലോ, എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്, എന്താണ് സംഭവിച്ചത് എന്നാണ് നീന കുറുപ്പ് പറയുന്നത്? ഫെബ്രുവരി മാസത്തിലായിരുന്നു അമ്മ സംഘടനയുടെ കുടുംബ സംഗമം നടന്നത്. ആ കുടുംബ സംഗമത്തിൽ വെച്ച് പരസ്യമായി അശ്ലീലം പറയുകയും തെറ്റായി മോശമായി പെരുമാറുകയും ചെയ്തു, ആളുകളുടെ മുന്നിൽ അപമാനിച്ചു എന്നാണ് നീന കുറുപ്പിൻ്റെ പരാതി. ഈ പരാതി ആദ്യം തന്നെ ഈ അമ്മ സംഘടനയുമായി ബന്ധപ്പെട്ട ആളുകളെ നേരിട്ട് അറിയിച്ചു. അതിനുശേഷം മെയ് മാസത്തിലാണ് ഔദ്യോഗിക പരാതിയായി നൽകിയത്. മെയ് ആദ്യവാരമാണ് ഔദ്യോഗികമായിട്ട് പരാതിയായി നൽകിയത്. ഇതിപ്പോൾ നമ്മൾ ഇന്നലെ അൻസിബയുടെ പരാതിയും
ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പുറത്തു വരുന്നു. ഇന്ന് നീന കുറുപ്പിന്റെ പരാതിയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പുറത്തു വരുന്നു. ഇത് രണ്ടും ടിനി ടോമിനെതിരെയാണ് എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ടിനി ടോം അങ്ങനെയല്ല, നമ്മൾ സ്കിറ്റ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഇങ്ങനെ വിളിക്കുന്നയാ. അപ്പൊ വന്നേന്ന് വിളിക്കുമ്പോ അതിന്റെ കൂടെ എന്തെങ്കിലും അശ്ലീലങ്ങളൊക്കെ വിളിക്കുമായിരിക്കും. പ്രൊഫഷണലിസം. നിങ്ങൾ എന്തിനാണ് അങ്ങനെ പോയി പരാതി നൽകുന്നത് ലേഡി? ടിനി ചേട്ടൻ കോമഡി കൊണ്ട് പറയുന്നതാണ്, ഹാസ്യ രൂപേണ നിങ്ങളെ വിളിക്കുന്നതാണ്. ആ ഹാസ്യം മനസ്സിലാക്കാൻ കഴിയാത്ത നിങ്ങളൊക്കെ ഏത് തരത്തിലുള്ള ആർട്ടിസ്റ്റ് ആണ്? ടിനി ചേട്ടന്റെ കൂടെ ആ ചേച്ചി പറയുന്നത് കേട്ടില്ലേ? അതാ റാംജി റാവ് സ്പീക്കിംഗ് നാടക നടി വന്ന കണ്ടില്ലേ? ചേച്ചി അന്ന് കരഞ്ഞോണ്ട് പോക്ക് പോയതാ, ഞാൻ പിന്നെ കണ്ടിട്ടില്ല, ഇപ്പോഴാ ചേച്ചിയെ കാണുന്നത്. ഞാൻ പോവും ആ സിനിമയിലൊക്കെ എന്ന് പറഞ്ഞോണ്ട്. ആ പിള്ളേർ അവര് മറ്റേ കാലുവയ്യാതെ നമ്മുടെ എന്തുവായിരുന്നു പേര്, പാപ്പനും എല്ലാരും കൂടെ അവിടെ വന്നപ്പോഴത്തേക്കിനെ ചേച്ചി ഇവിടെ ഇല്ല, സിനിമയിൽ പോയി എവിടെ പോയി, മദ്രാസിൽ പോയെന്ന്. അതിന് ഇപ്പൊ ടിനി ചേട്ടന്റെ കൂടെ ഞാൻ കാണുന്നത് മദ്രാസിൽ നിന്ന് വന്നിട്ട്. എന്തൊരു കാര്യമാണോ എന്തോ. അപ്പം ഇനി ഇവർക്ക് പറയാനുള്ളത് കേൾക്കാം. കംപ്ലൈന്റ് ഞാൻ അസോസിയേഷനാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ബൈലോ അനുസരിച്ചിട്ട് നമ്മൾ ഈ വക കാര്യങ്ങൾ പുറത്തല്ല തീർക്കാൻ നോക്കേണ്ടത്. ആദ്യം നമ്മൾ അസോസിയേഷന്റെ ഉള്ളിലാണ് തീർക്കാൻ നോക്കേണ്ടത്. അതാണ് നമ്മുടെ ബൈലോ നിയമമുള്ളത്. സോ ഐ വുഡ് ലൈക്ക് ടു ഗിവ് ടൈം ടു ദി അസോസിയേഷൻ. അതിന്റെ ഭാരവാഹികൾക്ക് ടൈം കൊടുക്കണം എന്ന് തന്നെയാണ് എന്ന് ഇതിലാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. അവരത് ടേക്കപ്പ് ചെയ്യും, അടുത്ത ദിവസം തന്നെ അത് ടേക്കപ്പ് ചെയ്യും. ഞാൻ കുറച്ച് ദിവസമായിട്ടുള്ളൂ കംപ്ലൈന്റ് കൊടുത്തിട്ട്. സംഭവം നടന്നിട്ട് കുറച്ച് ആഴ്ചകളായിട്ടുണ്ട്, പക്ഷെ ഞാൻ കംപ്ലൈന്റ് കൊടുത്തിട്ട് കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ. അപ്പം അത് ടേക്കപ്പ് ചെയ്യാൻ ടൈം കിട്ടിയിട്ടില്ല. ടേക്കപ്പ് അവർ ചെയ്യും. ഐ വാസ് കൺഫ്യൂസ്, കൊടുക്കണ്ടേ. പിന്നെ എവിടെയോ എനിക്കൊരു പോയിന്റ് തോന്നി, കൊടുത്തിട്ടില്ലെങ്കിൽ, നമ്മൾ ഒരു കാര്യത്തിന് പ്രതികരിച്ചിട്ടില്ലെങ്കിൽ അത് നമ്മൾ മറ്റൊരു രീതിയിൽ ആ ഒരു അന്യായമോ അനീതിയോ വളർത്താൻ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് പോലെയാണ്, അല്ലേ? ഞാനൊരു കാര്യം പറയട്ടെ, ഈ സ്ത്രീകളുടെ ആധിപത്യം വരാനോ അല്ലെങ്കിൽ സ്ത്രീകളുടെ മുന്നേറ്റം വരാനെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അതിനകത്ത് ശ്വേതാ മേനോനെ കൊണ്ടുവന്നതും സ്ത്രീകൾക്ക് പരിഗണന കൊടുത്തതും. അതേപോലെ തന്നെ ഒരു സ്ത്രീക്ക് ഇതുപോലൊരു അനുഭവം ഉണ്ടായിട്ടും ആ സ്ത്രീക്ക് മാത്രമല്ല, വീണ്ടും സ്ത്രീകൾക്ക് അവിടെ അതുപോലൊരു അനുഭവം ഉണ്ടായിട്ടും അതിനെതിരെ പ്രതികരിക്കാനോ അവർ കൊടുത്ത ഒരു പരാതിക്ക് മേളിൽ ഒരു ആക്ഷൻ എടുക്കാനോ, അവർ പരാതി കൊടുക്കുന്നതിന് മുമ്പ്, ഇത് ജൂൺ മാസം സംഭവിച്ചതാണെങ്കിൽ അപ്പം തന്നെ അവിടെ ഉള്ളവരോട് ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഇതൊരു പരാതി കണക്ക് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതിനെതിരെ ആക്ഷൻ എടുത്ത് അവരെ വിളിച്ചിരുത്തി നിങ്ങളൊന്നൊരു ബെഞ്ചിനകത്ത് ഇരുത്തിട്ട് രണ്ടുപേരെയും കൂട്ടരെയും കൊണ്ട് സംസാരിച്ചിട്ട് ഇനി മേലെ ആവർത്തിക്കത്തില്ല എന്ന രീതിയിലൊന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ തീരാവുന്ന കാര്യമുള്ളൂ. കാരണം നിങ്ങളെല്ലാം ഒരു പ്രൊഫഷനിൽ തന്നെ നിൽക്കുന്ന ആൾക്കാരാ, നിങ്ങൾക്ക് അങ്ങോട്ട് പ്രൊഫഷണൽ ജലസി കാര്യങ്ങളൊക്കെ വരാതിരിക്കാം. പക്ഷെ ഒന്ന് നിങ്ങളൊരു ബെഞ്ചിന്റെ ചുറ്റും ഇരുന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ തീരാവുന്ന കാര്യമുള്ളായിരുന്നു. സ്ത്രീകളുടെ മുന്നേറ്റത്തിൽ കൊണ്ടുവന്ന അവസാനം മുന്നേറ്റം സ്ത്രീകൾ തന്നെ ഇവനൊക്കെ എതിരെ വീട്ടിൽ പരാതി കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തി. പക്കാ പ്രൊഫഷണലിസം. സോ ഐ ഫെൽറ്റ്, ഒരു പോയിന്റിൽ എനിക്ക് പെട്ടെന്ന് തോന്നി ഐ ഷുഡ് റിയാക്ട് ഓർ റെസ്പോണ്ട് ടു ദാറ്റ്. അതുകൊണ്ട് ഞാൻ കൊടുത്തതാണ്. അതിന് ടൈം കിട്ടിയിട്ടില്ല. തീർച്ചയായിട്ടും സംഘടന അത് ടേക്കപ്പ് ചെയ്യും. ഐ ബിലീവ് ഇൻ മൈ അസോസിയേഷൻ. സംഘടന ടേക്കപ്പ് ചെയ്യാനുള്ള സമയം കഴിഞ്ഞ് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ ഇത് ന്യൂസ് ആയ സ്ഥിതിക്ക് സംഘടനയും ടേക്കപ്പ് ചെയ്യും. കാരണം ഇവർക്ക് സത്യം പറഞ്ഞാൽ 3 മാസം കൂടുമ്പോൾ ഒരു പരാതി വെച്ചോണ്ടില്ലേ, അത് ചെറിയ ഇമണി പരാതിയാണോ? ഇവരുടെ സംഘടനയിൽ തന്നെ ഉള്ള ഒരു സ്ത്രീക്ക് വളരെ മികച്ച രീതിയിലുള്ള അല്ല വളരെ വലിയ രീതിയിലുള്ളൊരു ബുദ്ധിമുട്ട് സംഘടനയുടെ ഉള്ളിൽ നിന്നും അല്ലെ ഇങ്ങനൊരു സംഭവം കിട്ടിയിട്ട് അതിന് പോലും വ്യക്തമായിട്ട് നീതി മേടിച്ചു കൊടുക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. പൾസർ സുനിയെ പോലുള്ളവന്മാരൊക്കെ കിടന്ന് ഇപ്പോഴും എന്തോ ഇതൊക്കെ ആയിട്ട് നടക്കുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവന്റെയൊക്കെ കൂടെയുള്ള രഞ്ജിത്ത് ആണിനെയാണോ പെണ്ണിനെയാണോ കയറി പിടിച്ചാൽ അറിയാതെ അവൻ തന്നെ പോയി അകത്ത് കിടക്കുന്നത്. എത്രയോ ആൾക്കാർ ഇവർക്കെതിരെ എത്രയോ പീഡന ആരോപണങ്ങൾ, ഡ്രഗ്സ് ഉപയോഗം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു സ്റ്റേഷൻ ഇവർക്ക് വേണ്ടി മാത്രം കൊടുക്കണം. ഇവരുടെ കേസുകൾ രജിസ്റ്റർ ചെയ്യാനും അതിന്റെ അന്വേഷണം കൊണ്ടുവരാനും ഇവന്മാരെ പിടിച്ചിടാനും. പക്ഷെ പിടിച്ചിടാൻ ജയിലിന്റെ എണ്ണം കൂടുതൽ വേണം. കാരണം ക്രിമിനൽസ് കൂടുതലും അതിനകത്തുണ്ട്. അവന്മാർക്കെല്ലാം കിടക്കാൻ പാകത്തിലുള്ള സാധനങ്ങൾ വേണം തുറന്നിട്ട് നിങ്ങൾ കൊടുക്കാനായിട്ടുള്ളൊരു കാര്യം. ഇനി അടുത്ത ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചേച്ചിയുടെ സംസാരം കാണാം. അമ്മയിൽ തമ്മിലടി ഞാൻ അറിഞ്ഞു. അമ്മ എക്സിക്യൂട്ടീവ് അംഗം ടിനി ടോമിനെതിരെ നടി അൻസിബ ഹസൻ ഇന്നലെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. പ്രശ്നം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും പ്രസിഡന്റ് ശ്വേതാ മേനോൻ ഇടപെട്ടില്ല എന്നും അൻസിബ പറഞ്ഞിരുന്നു. ഈ വിഷയത്തിൽ ഇപ്പോൾ അമ്മ നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് നടി മാലാ പാർവതി. സംഘടനയിൽ നടക്കുന്ന ഒരു കാര്യവും അംഗങ്ങൾ അറിയുന്നില്ല. സ്ത്രീകൾ നേതൃനിരയിലേക്ക് വരണമെന്ന് വാദിച്ചതും അന്ന് അതിനായി ഇടപെട്ടതിനും താൻ സംസ്ഥാപരാധം മാപ്പ് പറയുന്നെന്നും മാലാ പാർവതി പറയുന്നു. വനിതകൾ നേതൃത്വത്തിലേക്ക് വരണമെന്നൊക്കെ വലിയ രീതിയിൽ വാദിച്ചു. ഇപ്പോൾ 1 വർഷം പോലും ആയിട്ടില്ല, അതിനുള്ളിലാണ് ഇത്ര വലിയ തർക്കങ്ങളും പൊട്ടിത്തെറികളും.
ഈ കാര്യത്തിലൊക്കെ ഇടപെട്ടതും സത്യത്തിൽ നല്ല ഉദ്ദേശത്തിലായിരുന്നു. ഒരുപാട് നല്ല കാര്യം നടക്കും എന്ന് വിചാരിച്ചിട്ട് ആൾക്കാർ ചിലപ്പോൾ കളിയാക്കുമായിരിക്കും. പക്ഷെ എനിക്ക് പറയാനുള്ളത് സമസ്താപരാധം പൊറുക്കണം എന്നാണ് നാട്ടുകാരോട്. വെച്ചാൽ ഒരു കാര്യമില്ലാതെ പോയി ഇടപെട്ടു. ഇൻറ്റൻഷൻസ് 100% പ്യുവറായിരുന്നു. നല്ല രീതിയിൽ വരണം, ഒരു മാറ്റം വരണം എന്നൊക്കെ. പക്ഷെ സീനിയേഴ്സ് വന്ന് ഇത് ഏറ്റെടുക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മൊത്തം ഈ അങ്ങാടിപ്പാട്ട് അരവൻ രഹസ്യം എന്ന് പറയുന്ന പോലെ ആസ് എ മെമ്പർ ഞങ്ങളോട് ഒരു കാര്യം ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറില്ല. ഇലക്ഷൻ കഴിഞ്ഞ് ഇതുവരെ ഒരു കാര്യം പോലും ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഞങ്ങൾക്ക് വന്നിട്ടില്ല. അവിടെ മീറ്റിംഗ് കൂടുന്ന കാര്യം നമ്മൾ മീഡിയയിൽ നിന്ന് അറിയുന്നു. എന്നാൽ എന്തായിരുന്നു അജണ്ട, എന്താണ് അവിടെ തീരുമാനമെടുത്തതെന്ന് മെമ്പേഴ്സായിട്ടുള്ള ഒരു മനുഷ്യരും അറിഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇന്നലെ കുറേ പേരുമായിട്ട് സംസാരിച്ചിരുന്നു, ആർക്കും അറിയില്ല. അതായത് നമ്മൾ പറഞ്ഞു വരുന്നത് പിണറായി വിജയന്റെ ഏകാധിപതിയായിട്ടുള്ള ഭരണമായിരുന്നു ഇവരുടെ അമ്മയിൽ ഇവർ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നതും കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്ന ഒരു കാര്യം എല്ലായിടത്തും ഉണ്ടില്ല ഈ പരിപാടി. അല്ലാതെ ഇവിടെ മാത്രമല്ല, ഏത് പ്രൊഫഷണലും ഇതുപോലുള്ള പ്രൊഫഷണൽ ജലസി അല്ലെങ്കിൽ ഏകാധിപത്യം കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇല്ലാന്നൊന്നും പറയുന്നില്ല. അതൊക്കെ തന്നെയാണ് ഇവരെ ഇപ്പോൾ ഇതുപോലൊരു അടിയിലേക്ക് കൊണ്ട് നയിച്ചത്. പിന്നെ ഈ ടിനി ടോമിന് ഈ കാണിച്ചു കൂട്ടിയായിട്ടുള്ള ഈ 2-3 പെണ്ണുങ്ങൾ ഇവരെതിരെ കൊടുത്തുള്ള പരാതി അമ്മയ്ക്കുള്ളിൽ ഇഷ്യൂ ആയിട്ടും അമ്മയ്ക്കുള്ളിൽ കൂട്ടയടി തർക്കം എന്നൊക്കെ പറയുന്നതിനേക്കാളും കൂടുതൽ വ്യക്തികളുടെ കണ്ണാകുണ സ്വഭാവത്തിനകത്ത് കാരണം ഉണ്ടായിട്ടുള്ളൊരു കാര്യം. അത് ആ വ്യക്തികൾ തമ്മിൽ അടിച്ച് തീർക്കുക എന്നത് മാത്രം. അത് നിങ്ങളുടെ അമ്മയ്ക്കുള്ളിൽ നിർത്താതെ ഇറക്കി പുറത്തോട്ട് നിർത്തിയിട്ട് ജനങ്ങൾക്ക് വിട്ടു. അല്ല, ജനങ്ങൾക്കൊന്നും വിട്ടു അയ്യ നിന്റെയൊക്കെ പ്രശ്നങ്ങൾ കാണാനാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. വാപ്പ് നീയൊക്കെ തന്നെ വെളിയിൽ കേസ് കൊടുത്തിട്ട് നിങ്ങൾ തന്നെ തീർക്കണം എന്താന്നുള്ളത്. അല്ലാതെ നീയൊക്കെ പോയി അമ്മയുടെ ആൾക്കാർ അവന് ടിനിയെ കുറെ സപ്പോർട്ട് ചെയ്ത് അൻസിബിയെ സപ്പോർട്ട് ചെയ്ത് നിർത്താതെ തെറ്റവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അകത്തു വേണം ആ രീതിയിൽ. അല്ലെങ്കിൽ അവന് കർശനമായ നടപടി എടുക്കണം. അവന് നിങ്ങളുടെ എന്തെങ്കിലും ഭാരവാഹിത്വമൊക്കെ ഉണ്ടെങ്കിൽ എല്ലായിടത്തും കട്ട് ചെയ്യണം. മാറ്റി നിർത്തിയിട്ടുണ്ടല്ലോ ദിലീപിനെ ഇതുപോലെ കേട്ടപ്പോൾ തന്നെ. അതുപോലെ കാര്യങ്ങൾ ആരോപണം വരുമ്പോൾ തന്നെ ആരോപണ വിമുക്തനാവുമ്പോഴത്തേക്ക് വീണ്ടും തിരിച്ചു കയറ്റണം, മുക്തനാവുകയാണെന്നുണ്ടെങ്കിൽ. അങ്ങനെയല്ലേ വേണ്ടത്. ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സർക്കാരിൽ നിന്ന് ഉമ്മൻചാണ്ടി അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ്. ആരോപണ വിധേയമായി രാജിവെച്ചേണ്ടി വന്നു. അതിനുശേഷം തെളിഞ്ഞപ്പോഴത്തേക്കിന് പുള്ളിയുടെ കാര്യത്തിൽ തീരുമാനമായി. അത്രേ ഉള്ളൂ ആ സംഭവിച്ചത്. അതുകൊണ്ട് ശരിയെന്നാ നല്ല നല്ല നടപ്പിന് എല്ലാവരും നല്ല നടക്കുക. നിങ്ങളുടെ സിനിമയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. നിങ്ങളെ സിനിമയിൽ കാണിക്കുന്ന ഒരു പരിപാടിയല്ല റിയൽ ലൈഫിൽ ഒന്നുള്ളത് നിങ്ങളുടെ അമ്മ സംഘടന വഴി കാണുന്ന ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്.